അല്ലേ? എന്താണ് ഗായ്സ്? അപ്പോൾ നമ്മൾ സേവ് ദ ഡേറ്റ് എടുക്കാൻ പോകണം, അങ്ങനെ പറഞ്ഞു. എവിടെ കൊടുക്കണ്ടേ? അയ്യോ ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എന്താണ് പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ സേവ് ദ ഡേറ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെയർ സെറ്റ് ചെയ്യാനായിട്ട് സോണി ചേച്ചിടിക്കലോട്ട് പോവുകയാണ്, ഞാനും ഐശ്വര്യ കേസും കൂടി. സോണി ചേച്ചിയാണ് എൻ്റെ ബ്രൈഡൽ വർക്കൊക്കെ ചെയ്യുന്നത്. ഇപ്പം ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ട് ടൈം. 4 മണിയാകാൻ നേരത്തേക്കിനും കണ്ണനും ഹരിയും കൂടെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഹെയറൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ കൃഷ്ണനെ കാണിക്കുമ്പോൾ എക്സ്പ്രഷനൊക്കെയാണ് കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഹെയർ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് കുറച്ച് നെറ്റി ഉള്ളത് കൊണ്ടിട്ട് എങ്ങനെ കെട്ടിയാലും ശരിയാകത്തില്ല. പക്ഷേ ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരു ലുക്ക് കണ്ടപ്പം. അങ്ങനെ ഞങ്ങൾ അച്ഛനും കൃഷ്ണയ്ക്കും ബൈയൊക്കെ പറഞ്ഞ് പോവുകയാണ്. മലരിക്കലാണ് കേട്ടോ നമ്മൾ ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 4 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങി വന്നപ്പം 4:45 കഴിഞ്ഞു. ഒരു 6 മണിക്ക് മുന്നേ അവിടെ എത്തണം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പം ഞങ്ങൾ അവിടെ കറക്റ്റ് ടൈമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ലൈറ്റ് വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓരോ ചായയൊക്കെ കുടിച്ച് ഫോട്ടോഷൂട്ട് എടുക്കാൻ പോകുമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ സ്ഥലം എടുക്കാറായപ്പോഴത്തേക്കിനും ഐശ്വര്യ കേസ് കുറച്ച് ടച്ചപ്പ് ഒക്കെ ചെയ്തു തരുവാണ്. അല്ലെന്ന് അല്ല, എന്തേലൊക്കെ ചെയ്തിട്ട് ഈ ലൈറ്റിലാണ് വെയിൽ വന്നു കഴിഞ്ഞാലേ കണ്ണ് തുറക്കാൻ പറ്റില്ല. ഓപ്പൺ പ്ലേസ് അല്ലേ, വെയിൽ വന്ന പണി കാണാൻ പറ്റുന്നില്ല. പെട്ടെന്ന് വെയിൽ വരികയും ചെയ്തു. മഴക്കാറില്ല, മഴക്കാറുണ്ടെങ്കിൽ രസമാണ്, നല്ല പടം കിട്ടും. കണ്ടുകിട്ടും 60 രൂപ. പിന്നെ പിന്നെ എന്തിനാ കൊണ്ടുവന്ന് പിന്നെ കാണാൻ കൊള്ളാവാ. ഇതെന്തിനാണെന്നറിയോ ഗൈസ്? ഞങ്ങൾക്ക് ഭയങ്കര ഹൈറ്റ് ഡിഫറൻസ് ആയതുകൊണ്ട് ഹൈറ്റ് ബാലൻസ് ചെയ്യാനായിട്ടാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ. എന്നെ കാണാൻ കൊള്ളാം ശരിക്കും. പറ എങ്ങനെയുണ്ട് എന്നെ കാണാൻ? ഇങ്ങനെയാണോ പറയുന്നത്? അപ്പോൾ ടൈം ഇപ്പം 6:22 നമ്മൾ വാങ്ങിച്ചു. ഇവിടെ വരാൻ നേരം ഫുള്ള് പൂക്കളുടെ ബഹളമാണ്. നമ്മൾ അവിടെ നിന്ന് പറപ്പിക്കത്തില്ലെന്നാണ് പറയുന്നത് പൂ. അപ്പം നമ്മൾ ഇവിടുന്ന് പൂവൊക്കെ പറിച്ച് വേണം പോകാനായിട്ട്, അല്ല വാങ്ങിച്ചിട്ട് വേണം പോകാനായിട്ട്. അങ്ങനെ നമ്മൾ പൂവൊക്കെ വാങ്ങിച്ച് വള്ളത്തിൽ കയറാൻ പോയപ്പോഴത്തേക്കിന് ന്യൂസ് പേപ്പർ എടുക്കാനായിട്ട് ഞങ്ങളത് രണ്ടാമത് വരുവാണ്. എന്നെ കാണാൻ എങ്ങനെയുണ്ട്? എൻ്റെ ഹെയർ സെറ്റ് ചെയ്ത് സോണി ചേച്ചിയാണ്. പിന്നെ ബാഗി ബ്യൂട്ടീഷ്യനൊക്കെ എൻ്റെ കുഞ്ഞാണ്. അവിടെ ആരാണ്? ഐശ്വര്യ കേസാണ്. ഐശ്വര്യ കേസല്ല ഇവിടെ ചിരിപ്പിക്കാനുള്ളത്. ഐശ്വര്യ കേസാണ് എല്ലാം. അല്ല, ഐശ്വര്യ കേസിന് എന്തിനാ കൊണ്ടുവന്നതെന്ന് പറഞ്ഞ ആൾക്കാർ നമുക്ക് ഭയങ്കര സ്നേഹം. ഇതൊക്കെ പിടിക്കുന്ന ആൾ ക്യാമറമാൻ ഹരിയോടൊപ്പം ചെറുക്കനുണ്ട്. ചെറുക്കൻ മിണ്ടുന്ന പോലും ഇല്ല. ഗൈസ്, അപ്പം നമ്മൾ സേവ് ദ ഡേറ്റ് എടുക്കാൻ പോവാണ് അല്ലേ? എങ്ങനെയുണ്ട്?
ഞാനിവിടെ തലേണി വെച്ചിട്ടാ ഹൈറ്റ് ഇതാക്കിയ. തലേണി ഇല്ലെങ്കിൽ ഇങ്ങനെ ഇത് മതി. ഇതാണ് അടി കറക്റ്റ്. പൊക്കം വേണ്ടേ? താഴത്തിരിക്കുന്നതാണോ? ഒന്നും കൂടെ എനിക്ക് അറിയാമല്ലോ എന്ത് പറയാനാ. എന്തേലും പറ. അടിപൊളിയാണെന്നൊക്കെ. അടിപൊളിയാണ്. ഇതെങ്ങനെയുണ്ട്? രണ്ടുപേർക്കും പറയാനൊന്നുമില്ല. കൊള്ളാം. ചേടാ നമുക്ക് ഇത്രയും വെട്ടാൻ പാടില്ലായിരുന്നു. ഈ വെയില് നമുക്ക് ഈ വെയില് വരുന്നതിന് മുന്നേ വരാറുണ്ട് ഫോട്ടോ എടുക്കാനായിട്ട്. അതൊക്കെ അവൻ പറഞ്ഞു തരുമായിരിക്കും. അതാണ് ആ ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. ഇതെന്തിനാ നീ ഫോൺ എടുത്തിരിക്കുന്നത്? ചെളിയാണല്ലോടാ. ചെളിയാണോ? എനിക്ക് ഇറങ്ങാൻ തോന്നുന്നു. പക്ഷെ വേണ്ട. ഇതിനൊരു ഇതില്ലേ? താഴെ പോകുന്നു. ഇത്രയും ഹൈറ്റ് ഇല്ല. അല്ലേ ഇവര് അപ്പുറത്തോട്ട് വെയിലായി തുടങ്ങി. വെള്ളത്തിലോട്ട് പോകാൻ പോകാൻ ഫോട്ടോ എടുക്കാൻ ഞാൻ വിചാരിച്ചു ഈ വെള്ളത്തിലാണ് ഫോട്ടോ എടുക്കുന്നത്. ഇത് മുടി ഇങ്ങനെ ഇടണം. അതാ കിടക്കട്ടല്ലോ. ഭയങ്കര കോൺഫിഡൻസ്. എനിക്കിതൊക്കെ ഇഷ്ടമാണ്. അഡ്വെഞ്ചർ ഇഷ്ടമാണ്. നടക്കണം. നീ ഇറങ്ങാൻ പോവാണോ? അയ്യോ ഞാൻ പുറകിലല്ലേ. ഓലപ്പുഴ എടുക്കടാ. അവിടെ നിന്നോട് പൈസ ഇല്ല. എളുപ്പമുള്ള പരിപാടിയൊന്നുമില്ല. അടിക്കുന്നത് നല്ല സ്മൈൽ ഇരിക്കണം. നാച്ചുറൽ സ്മൈൽ. രണ്ടെണ്ണം ഉണ്ട്. അവക്കത് പൊക്കാൻ പറ്റുന്നില്ല. ഐശ്വര്യ ഗസ് ചിരിച്ച് കിട്ടുന്ന ആ ഒരു ഫീൽഡ് നല്ല സ്മൈലാണ്. അയ്യോ ഞാൻ കണ്ണടക്കണം. നീ കണ്ണടക്കണ്ട. അവള് ബാക്ക്ഗ്രൗണ്ട് സത്യം നല്ല ഭംഗിയുണ്ട് നിങ്ങളെ കാണാൻ. സത്യം വരുവാണ് നമ്മുടെ ക്യാമറ. ഞാൻ അങ്ങോട്ട് വേണം കണ്ണൻ ഇങ്ങോട്ട് വന്നു. അല്ലല്ലോടാ ഇങ്ങോട്ടേക്ക് വരുന്നല്ലേ നല്ലത്. നല്ല ഫീലുള്ള പടമാണ് അത്. ഭയങ്കര രസമുണ്ട്. ചുമ്മാ ഇവിടെ കാണാൻ പറ്റുമോ? അങ്ങനെ ചിരി പോരണ സത്യം ചിരി. ഐശ്വര്യ കേസിനെ ഒക്കെ മതി ചിരി വന്നോളൂ.
എന്നാലും ഇങ്ങനെ അടിച്ചു വെക്കാം ആദ്യം എല്ലാ സൈഡിലും നിൽക്കുന്നത് ആറിലേക്കുള്ള നൈസാണ് ജസ്റ്റ് ഒന്നുകൂടെ ഫേസ് പറയാൻ പറയുന്നത് ഫേസ് ആക്കി വളരെ കുറച്ച് പൊങ്ങി ഇരുന്നിട്ട് അങ്ങോട്ട് അവൻ്റെ അടുത്ത് വെച്ചിട്ട് ഓക്കെ അത്രയും വേണം ഓക്കെ ഓക്കെ പോണ എവിടെ പോണ് ടാറ്റാ മോളെവിടെ പോണ് ഗൈസ് അടുത്ത ഐശ്വര്യ കേസിന്റെ ഫോട്ടോഷൂട്ടാണ് ടാറ്റാ എടാ നിനക്ക് കൂടെ വേണ്ട എടി ആമ്പല് പൂ പൂ അടുത്ത ഐശ്വര്യ കേസിന്റെ ഫോട്ടോഷൂട്ടാണ് ഗൈസ് നടക്കുന്നത്. ഐശ്വര്യ കേസിന്റെ ഫോട്ടോ എടുക്കുന്നത് ആരാണ്? ഐശ്വര്യ കേസിന് കെട്ടാൻ പോണ ചെക്കൻ. അതെ കുറച്ച് ഇങ്ങോട്ടാക്കിട്ട് ഈ ആമ്പലിന്റെ ഇവിടെ ഇല്ല ആ സാധനം വരിക അപ്പം ഇത് ആ വലിച്ചകത്തോട്ട് ലൈറ്റും വന്നു